ഹായ്, നമുക്കിന്ന് കുറച്ച് പാൻ കേക്ക് ഉണ്ടാക്കിയാലോ? നമ്മൾ ബനാന കൊണ്ട് പാൻ കേക്ക് ഉണ്ടാക്കാറുണ്ടല്ലോ, അതുപോലെ ചീസ് കൊണ്ട് നമുക്കുണ്ടാക്കാം കേട്ടോ. അതല്ലെങ്കിൽ യോഗർട്ട് വെച്ചിട്ടോ. നമുക്കൊന്ന് നോക്കിയാലോ? വീറ്റ് പൗഡർ കൊണ്ടുള്ള പാൻ കേക്കാണ് ഇന്നുണ്ടാക്കുന്നത്. പിന്നെ ഒന്നുകിൽ വൈറ്റ് ക്രീം ഉപയോഗിക്കാം, അല്ലെങ്കിൽ പുളിയില്ലാത്ത യോഗർട്ട് ഉപയോഗിക്കാം. പിന്നെ 2 മുട്ട, കുറച്ച് ബേക്കിംഗ് പൗഡർ. മുട്ടയുടെ ടേസ്റ്റ് അറിയാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് ഓരോരുത്തരുടെയും മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട നന്നായിട്ട് പതഞ്ഞ് വന്നാലാണ് നമ്മുടെ പാൻ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. നമ്മുടെ ഈ ചേരുവകളെല്ലാം ചേർത്ത് കുറച്ച് മാവിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതിയാവും. ഇനി അതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1.5 ടീസ്പൂണാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് യോഗർട്ട് ഇട്ട് കൊടുക്കാം. സോഫ്റ്റ് വൈറ്റ് ചീസ് ചേർത്താലും കൂടുതൽ ടേസ്റ്റിയാണ്. വീണ്ടും നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ ബനാന ചേർത്താണ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആദ്യം തന്നെ ബനാന നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിന് മാവ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് മാവാണ് ചേർത്തിരിക്കുന്നത്. ഇനി ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായി ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ദോശമാവിലും കുറച്ചുകൂടെ കട്ടിയായ പരുവത്തിലാണ് ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഒരു പാനിലേക്ക് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അധികം വലിപ്പമില്ലാതെ ഇത് ചുട്ടെടുക്കാം. ഹീറ്റ് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. നമ്മൾ മിക്സ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ ബബിൾസ് എല്ലാം വന്ന് തീരുമ്പോൾ മാത്രമേ ഇത് മൂടി വെക്കാൻ പാടുള്ളൂ. ടേസ്റ്റി പാൻ കേക്ക് റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.